ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സ്പോ ഗെയിമർ. മറ്റൊരു കിടുക്കച്ചവയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരനായിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ബേസിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് MC ലൈവ് സീസൺ 2 സുഹൃത്തുക്കളെ ഉള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പോൾ നമുക്ക് 183 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി വെറും ഒരു 18 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി നമുക്ക് 200 എന്നൊരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആക്കാൻ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് സഹകരിക്കുക. ഓക്കെ, അപ്പോൾ ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ദ വീഡിയോ. നമുക്ക് നേരെ വീഡിയോ ഇട്ട് തുടങ്ങാം ഗൈസ്. ലെറ്റ്സ് ഗോ. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ബേസിലാണ് സുഹൃത്തുക്കളെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു അയൺ ഫാം ഉണ്ടാക്കി, പിന്നെ അതായത് കുറച്ച് ക്രോപ്പൊക്കെ ഇങ്ങോട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു, പിന്നെ കുറച്ച് ഷുഗർ കെയിൻ അങ്ങനെ നട്ട് വെച്ച് സുഹൃത്തുക്കളെ. പിന്നെ അതായത് ഇവിടെ 2 കുതിരയൊക്കെ നമ്മൾ കൊണ്ടിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേസ് അപ്ഡേറ്റ്സ്. നമ്മൾ അയൺ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഒരു ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഫാം സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വില്ലേജ് ബ്രീഡറാണ്, അത് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങളെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫാം സെറ്റപ്പ്. ഇവിടുത്തെ ഫാം സെറ്റപ്പ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ലീഫ് മാസ്റ്റർ ആണ് ഗൈസ് ഇത് സെറ്റാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലീഫ് മാസ്റ്റർ നമ്മുടെ ഇവിടെ ബേസിലുണ്ട് ഇപ്പോൾ. ഓക്കെ, VCയിലില്ല, നമ്മുടെ ബേസിലുണ്ട് നമ്മുടെ ലീഫ് മാസ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിൽ ഞാനും ലീഫ് മാസ്റ്ററും കൂടെ അയൺ ഫാം പണിഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ അയൺ ഫാമിൻ്റെ പകുതി പണിയും നമ്മുടെ ലീഫ് മാസ്റ്ററാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അയൺ ഫാം സുഹൃത്തുക്കളെ. ഓക്കെ, ഇതാണ് നമ്മുടെ അയൺ ഫാം ഒക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ആകപ്പാടെ പാട് വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സോംബീസിനെയൊക്കെ പിടിക്കാൻ പോയതാണ്. ഓക്കെ, അപ്പോൾ അതാണ് പാട് വന്നിട്ടുള്ളത്. ബാക്കിയൊന്നും കുഴപ്പമില്ല, ബാക്കിയെല്ലാം സെറ്റായിരുന്നു. പിന്നെ ഇവിടെ ഇത്രയും ക്ലീനാക്കി, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇത്രയും ക്ലീനാക്കിയത് നല്ല പാടായിരുന്നു കേട്ടോ. കാരണം അയൺ ഫാം ചിലപ്പോൾ വർക്ക് ആവത്തില്ല, അതുകൊണ്ട് ഞാനങ്ങ് ക്ലീൻ ആക്കിയതാണ് സുഹൃത്തുക്കളെ. കാരണം കണ്ടോ അയൺകോളം പോണ കണ്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇത്ര സെക്കൻഡിൽ 3 അയൺകോളം വെച്ച് സ്പോണായി അതിനകത്തോട്ട് വീഴുന്നുണ്ട് സുഹൃത്തുക്കളെ. അയ്യോ അപ്പോൾ അതാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലോട്ട് പോയാൽ നമുക്ക് നമ്മുടെ അയൺ ഫാമിലോട്ട് പോവാം. അപ്പോൾ അയൺ ഫാമിലോട്ടല്ല, അയൺ ഫാമിൻ്റെ അയൺസ് കളക്ട് ചെയ്യാൻ നമുക്ക് ഇത് നേരെ താഴോട്ട് വന്നാൽ ഇവിടെ നമ്മുടെ അയണുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചൊക്കെ നമ്മളുടെ അടുത്ത് നമ്മൾ ബേസിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് അയൺ ഫാമൊക്കെ ഇവിടെ സെറ്റാണ്. നമ്മുടെ അയൺ ഫാമൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വർക്കിംഗ് ആവുന്നുണ്ട് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ നോട്ട് ക്രാഫ്റ്റിൻ്റെ ബേസ് വിസിറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ സോൾ കിങ്ങിൻ്റെ ബേസ് കേട്ടോ. സോൾ കിങ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബിൽഡറാണ് സുഹൃത്തുക്കളെ. നമ്മുടെ സോൾ കിങ് അടിപൊളിയായിട്ട് നമ്മുടെ സോൾ കിങ് ഇവിടെ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ബേസ് കേട്ടോ. ഇവിടെ സെറ്റാണ് നമ്മുടെ സോൾ കിങ്ങിൻ്റെ ബേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾ കിങ്ങിൻ്റെ ബേസിനകത്തോട്ടൊന്ന് കയറി നോക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സോൾ കിങ്ങിൻ്റെ ബേസ്. അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ഒന്നും സെറ്റാക്കിയിട്ടില്ല, കുറച്ചൊക്കെ സെറ്റാക്കി. ഓക്കെ, അപ്പോൾ ഈ വീടിൻ്റെ അകമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ആക്കി ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ സോൾ കിങ് സുഹൃത്തുക്കളെ. ഇതിനകത്ത് എന്തൊക്കെയൊക്കെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് പോകാനായിട്ട് ഇവിടെ ലാഡറുണ്ട്. ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് പോയിട്ട് ഇവിടെ കുറേ ചെസ്റ്റൊക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മുടെ സോൾ കിങ്ങിൻ്റെ സ്റ്റോറേജ് ഏരിയ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സോൾ കിങ്ങിൻ്റെ സ്റ്റോറേജ് ഏരിയ. ഇനി ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇല്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയ. അപ്പോൾ ഇത് നമ്മുടെ നോഡ് ക്രാഫ്റ്റിൻ്റെ നമ്മുടെ സെർവർ ഓണറായ നോഡ് ക്രാഫ്റ്റിൻ്റെ ബേസ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, നോഡ് ക്രാഫ്റ്റിൻ്റെ ബേസിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനാണ്. ആ ഒരു ഡയറക്ഷനിൽ പോയാൽ നമുക്ക് നോഡ് ക്രാഫ്റ്റിൻ്റെ ബേസിൽ പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ നോഡ് ക്രാഫ്റ്റിൻ്റെ ബേസിലോട്ട് പോകാം സുഹൃത്തുക്കളെ. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം ഉണ്ട് നമ്മുടെ നോഡ് ക്രാഫ്റ്റിൻ്റെ ബേസിലോട്ട് പോകാൻ. ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം ഉണ്ട്. അപ്പോൾ അവൻ്റെ ബേസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കോഡ്സ് 702 - 2500 അത്രയൊക്കെ വരുന്നുണ്ട് കോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ ബേസിലോട്ട്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ അവൻ്റെ ബേസ് ഒന്ന് പോയി കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ബേസ് ഒന്ന് പോയി കണ്ടപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാതെ ഞാൻ വെച്ചു അവൻ്റെ ബേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ അവനെ അയൺ ഫാം ഉണ്ടാക്കാനൊക്കെ സഹായിച്ചിട്ടാണ്. അവൻ ഉണ്ടാക്കിയില്ല. അയൺ ഫാം ഉണ്ടാക്കാനുള്ള ഏരിയ ഒക്കെ നമ്മൾ കുറേ മരങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെ വെട്ടി ക്ലീൻ ആക്കി സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നലെ നോഡ് ക്രാഫ്റ്റിൻ്റെ ലൈവ് ഉണ്ടായിരുന്നു ചാനലിൽ, അത് ഞാനും ഉണ്ട്, നമ്മുടെ മിഥുൻ ഫ്ലിപ്പ് ഗെയിമിംഗ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യുക സുഹൃത്തുക്കളെ. നമ്മുടെ നോഡ് ക്രാഫ്റ്റിൻ്റെ ചാനലിൽ ഇന്നലെ ലൈവ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ലൈവ് കാണാത്തവരൊക്കെ പോയി കാണുക. ഓക്കെ, അപ്പോൾ അവനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക. അവർ റോഡ് ടു 2K സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും അവനെയും കൂടെ സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ എൻ്റെ കാര്യം മറക്കല് ഗൈസ്, ഞാൻ റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സാണ്. ഇനി വേറെ ഒരു 18 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി. ഓക്കെ, 18-17 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി നമുക്ക് 200 എന്നൊരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക സുഹൃത്തുക്കളെ നിങ്ങൾ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പരിപാടി. ഓക്കെ, അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം നോഡ്ക്രാഫ്റ്റിൻ്റെ ബേസിലോട്ട്. അപ്പോൾ ഗൈസ് നമ്മളെ ഇനി ഈ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കീബോർഡ് ആൻഡ് മൗസ് വെച്ചായിരിക്കും കളിക്കാൻ പോണത്. അപ്പോൾ കീബോർഡ് ആൻഡ് മൗസ് കളിക്കുന്ന വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ കീബോർഡും മൗസും എങ്ങനെ നമ്മൾ മൈൻക്രാഫ്റ്റ് സെറ്റപ്പ് ആക്കി എടുക്കുക, അതായത് മൈൻക്രാഫ്റ്റ് നമുക്ക് മൊബൈലിൽ കീബോർഡ് ആൻഡ് മൗസ് കുത്തിക്കൊണ്ട് എങ്ങനെ കളിക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഉടനെ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അറിയാത്തവർക്ക് വേണ്ടി ഇടുന്നതാണ് സുഹൃത്തുക്കളെ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കീബോർഡ് ആൻഡ് മൗസ് സെറ്റാക്കുന്നുണ്ട്. അപ്പം നമ്മളിനി തിങ്കളാഴ്ച തൊട്ട് നമ്മൾ കീബോർഡ് ആൻഡ് മൗസ് കളിക്കുന്നതായിരിക്കും. എന്താണെന്ന് നമ്മൾ കീബോർഡും മൗസും വാങ്ങിച്ചു, പക്ഷേ ഇനി കീബോർഡും മൗസും കണക്ട് ചെയ്യാൻ നമ്മുടെ ഈ USB ഹബ്ബില്ല. ഓക്കെ, അപ്പോൾ USB ഹബ്ബ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇപ്പോഴും നമ്മുടെ ഇതിൽ കളിക്കുന്നത്. ഓക്കെ, നോർമലായിട്ട് കളിക്കുന്നത്. കീബോർഡ് ആൻഡ് മൗസ് നമുക്ക് തിങ്കളാഴ്ചത്തേക്ക് റെഡിയാകും സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ ആ സമയത്തൊക്കെ റെഡിയാകുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോകാം. എന്താണ്ട് ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തായിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ നോഡ്ക്രാഫ്റ്റിൻ്റെ ബേസ് കേട്ടോ. ഈ വില്ലേജ് എന്തെങ്കിലും ഉണ്ടോ? ഈ വില്ലേജിൽ ഇവിടെ നിന്നൊക്കെ എടുത്തെന്ന് തോന്നുന്നു നോഡ്ക്രാഫ്റ്റ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനി അവൻ ഈ വില്ലേജ് കണ്ടിട്ടില്ലേ, എനിക്ക് തോന്നുന്നു ഈ ബേസ് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ബേസ് അല്ല, ഈ ഒരു വില്ലേജ് അവൻ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്ക് നേരെ നമ്മുടെ നോഡ്ക്രാഫ്റ്റിൻ്റെ ബേസിലോട്ട് പോകാം. നോഡ്ക്രാഫ്റ്റിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണമായിരുന്നു. എനിക്ക് ഈ വഴിയും തെറ്റിയെന്ന് തോന്നുന്നു കാരണം കേട്ടോ. വഴി തെറ്റിയോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. ഓക്കെ, നമുക്ക് ഈ ഒരു ഡയറക്ഷൻ പിടിച്ചേ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, ലീഫ് മാസ്റ്റർ ലെഫ്റ്റ് ആവുക എന്ന് പറഞ്ഞിരുന്നു, കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കേ നേരെ നമ്മുടെ നോഡ്ക്രാഫ്റ്റിൻ്റെ ബേസ് ഈ ഒരു സൈഡിലായിട്ടങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൈഡ് പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നോഡ്ക്രാഫ്റ്റിൻ്റെ ബേസിലെത്താം സുഹൃത്തുക്കളെ. അപ്പോൾ ഈ ഒരു സൈഡിലാണ് നമ്മുടെ അതാണ് നമ്മുടെ നോഡ്ക്രാഫ്റ്റിൻ്റെ ബേസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ നോഡ്ക്രാഫ്റ്റിൻ്റെ ബേസ് എത്തി. ഓക്കെ, ഇതാണ് നമ്മുടെ നോഡ്ക്രാഫ്റ്റിൻ്റെ ബേസ്. ഇതാണ് ഇവിടെ വില്ലേജർ ബ്രീഡറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നോഡ്ക്രാഫ്റ്റ്. ഓക്കെ, അവൻ വില്ലേജ് കണ്ടു കാണും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവൻ്റെ വില്ലേജർ ബ്രീഡർ സുഹൃത്തുക്കളെ. ഇതാണ് ഇവിടെ വില്ലേജർ ബ്രീഡറൊക്കെ സെറ്റായിട്ട് വർക്കാവുന്നുണ്ട്. ഈ ചെറുക്കിന് അങ്ങോട്ട് ഇറങ്ങി പോകണ്ടേ അല്ലേ? പിന്നെന്താ ഇവിടെ നിൽക്കുന്നത്? അവിടെ ഇന്നുകൊണ്ട് അവരുടെ കൂടെ ക്യാരറ്റൊക്കെ പറിക്കുന്നു. അതുകൊണ്ട് ആ ഒരു ബേബി വില്ലേജർ. ഓക്കെ, അപ്പോൾ ഈ വില്ലേജേഴ്സിനെ ഇവനെങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യും ഇതിനകത്ത്? എവിടെയെങ്കിലും വഴി കാണും. ഓക്കെ, അപ്പോൾ എവിടെയെങ്കിലും ഒരു വഴി കാണും ഇതിൻ്റെ അടിയിലോട്ട് ഇറങ്ങാനായിട്ട്, അതായത് മൈൻ കാർട്ട് വെച്ചോ അല്ലെങ്കിൽ ബോട്ട് വെച്ചോ എടുക്കാനായിട്ട് എന്തെങ്കിലും വഴി കാണാതിരിക്കത്തില്ല, കാരണം വില്ലേജർ ബ്രീഡർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നോഡ്ക്രാഫ്റ്റിൻ്റെ ബേസ്. അപ്പോൾ ഇത് ബേസ് അല്ല, ഇത് നമ്മുടെ നോഡ്ക്രാഫ്റ്റിൻ്റെ മൈനിങ് എൻട്രൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ നോഡ്ക്രാഫ്റ്റിൻ്റെ മൈനിങ് എൻട്രൻസ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കളെ. ഓക്കെ, നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നോഡ്ക്രാഫ്റ്റിൻ്റെ മൈനിങ് എൻട്രൻസ്. വേണ്ട ഇവിടെയൊക്കെ എന്തൊക്കെയോ കുറേ സെറ്റപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. വേണ്ട വലിയൊരു ഗുഹയാണ്, കറക്റ്റ് മൈനിങ് എൻട്രൻസ് തന്നെ, അതായത് മൈനിങ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് തന്നെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നോഡ്ക്രാഫ്റ്റിൻ്റെ മൈനിങ് എൻട്രൻസ്. ഇതാണ് ഇവിടെ കുറേ ചെസ്റ്റൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടെ ബെഡും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ നോഡ്ക്രാഫ്റ്റ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ നോഡ്ക്രാഫ്റ്റിൻ്റെ, ഇത് മല്ലു GT ഗെയിമറിൻ്റെ, ഇത് മിഥുൻ ഫ്ലിപ്പ് ഗെയിമിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു. കാരണം Team 1ൻ്റെ മെമ്പേഴ്സിലെ ബെഡ് ഒക്കെ അതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. ഓക്കെ, ഇതാണ് ഇവിടെ വലിയ മരമൊക്കെ കിളിച്ചിരിക്കുന്നുണ്ട്, ഇവിടെ സ്പ്രൂസ് ബയോം. ഓക്കെ, ഇതാണ് ഇവിടെ കുറച്ച് കൃഷിയൊക്കെ ചെയ്തു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഞാൻ ഒന്ന് സെറ്റപ്പ് ആക്കി കൊടുത്തായിരുന്നു ഗൈസ് ഇന്നലെ ലൈവിൽ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നോഡ്ക്രാഫ്റ്റിന് ഇവിടുത്തെ കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്തു, ഈ കൃഷിയുടെ ഈ സെറ്റപ്പൊക്കെ എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തിരുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഷുഗർ കേ ഫാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു ഷുഗർ കേ ഫാം ഉണ്ട്, ഇവിടെ ഒരു ക്യാരറ്റ് ഫാമും ഉണ്ട്. അപ്പോൾ നമ്മുടെ നോഡ്ക്രാഫ്റ്റിൻ്റെ ബേസിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് അവിടെ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ഇരിപ്പുണ്ട്. അതൊക്കെയാണ് നമ്മുടെ നോഡ്ക്രാഫ്റ്റിൻ്റെ ബേസിലെ സെറ്റപ്പ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൈഡിലായിട്ടാണ് ഞാൻ നോഡ്ക്രാഫ്റ്റിന് നമ്മുടെ അവന് അയൺ ഫാം ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് കൊടുത്തത്. ഓക്കെ, നൈറ്റായി വരുന്നുണ്ട് വേണ്ട. ഇതിനകത്ത് കുറേ സെറ്റപ്പൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ കുറേ സെറ്റപ്പൊക്കെ ഇരിപ്പുണ്ട് നമ്മുടെ നോഡ്ക്രാഫ്റ്റ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നോഡ്ക്രാഫ്റ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മൈൻ ചെയ്തുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇതിനകത്തൊക്കെ ഒന്നും ഇല്ല, താഴത്തെ ചെസ്റ്റിലാണ് എല്ലാം. ഓക്കെ, അപ്പോൾ എല്ലാം ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഓക്കെ, ഇതിനകത്തൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഇതാണ്ട് ഇതെന്തോ മെലൺ സീഡ്. അപ്പം ഞാൻ നോഡ്ക്രാഫ്റ്റ് വീഡിയോ കാണുന്നെങ്കിൽ 2 മെലൺ സീഡ് മാത്രം ഞാൻ എടുക്കുകയാണ്. ഞങ്ങൾക്ക്
മെലണിൻ്റെ അത്യാവശ്യമുണ്ട്. കുറച്ച് 2 ബെറിയും കൂടെ ഞാൻ എടുക്കുവാണ്. നോട്ട് ക്രാഫ്റ്റ് ഒന്നും തോന്നില്ല നിനക്ക്. ഓക്കെ, അത്രയും മതി. കാരണം ഞങ്ങളുടെ ബേസിലെന്ന് പറഞ്ഞാൽ മെലൺ ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ മെലൺ എടുത്തു. പിന്നെ ബെറീസും ഇല്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഞാൻ കുറച്ച് ബെറീസും എടുത്തു. കാരണം ഇന്നലെ ഞാൻ ആ നോട്ട് ക്രാഫ്റ്റിന് കുറച്ച് അയം കൊടുത്ത് സഹായിച്ചായിരുന്നു. അപ്പോൾ നോട്ട് ക്രാഫ്റ്റ് നമ്മളൊന്നും പറയത്തില്ലായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ സൂര്യനൊക്കെ അസ്തമിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചന്ദ്രൻ പൊങ്ങി വരുന്നുണ്ട് സുഹൃത്തുക്കളെ, ആ ഒരു സൈഡിൽ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഷെയ്ഡറാണ്. ഷെയ്ഡറിലാണ് നമ്മുടെ ചന്ദ്രൻ അങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഷെയ്ഡർ ആയതുകൊണ്ടാണ് കണ്ടോ ഒരു വട്ടത്തിൽ കറക്റ്റ് നമ്മുടെ ആ ഒരു മൂണിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ഫീല് കിട്ടാനായിട്ട് യെല്ലോ സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, നമുക്ക് നൈറ്റ് ആയിട്ടാണ് നമുക്ക് വേറെ കിടന്ന് ഉറങ്ങാൻ വേണ്ടത്. ഇത് നമ്മുടെ ചന്ദ്രൻ ഇവിടെ സെറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി ഇത് ഇങ്ങനല്ല, ഇത് നന്നായിട്ട് ക്ലിയറായി വരും. എനിക്ക് തോന്നുന്നു ഒരു മിഡ് നൈറ്റ് ഒക്കെ ആവണമെന്ന് തോന്നുന്നു ആ ഒരു ചന്ദ്രൻ ഇങ്ങനെ സെറ്റായി വരാൻ. ഓക്കെ, അപ്പോൾ ആരും സ്ലീപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കേ അതുകൊണ്ട് ആ ഒരു സൈഡിലാണ് നമ്മുടെ നോട്ട് ക്രാഫ്റ്റിന് ഞാൻ നമ്മുടെ ഇത് സെറ്റാക്കി കൊടുത്തത്. നമ്മുടെ അയൺ ഫാമിനുള്ള കുറച്ച് സ്ഥലം ക്ലിയർ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ അവൻ്റെ ടീം മെമ്പേഴ്സൊക്കെ കുറേയൊക്കെ ബിസി ആയിരുന്നു. അതുകൊണ്ട് ഞാനിന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് സുഹൃത്തുക്കളെ. അവന് ഇവിടെ വേണ്ട കറക്റ്റ് എല്ലാം സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലം വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നിറച്ച് മരങ്ങളായിരുന്നു. ഇതൊക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, നോട്ട് ക്രാഫ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഞാനും കുറേയൊക്കെ സഹായിച്ചു, ഒരുപാട് സഹായിച്ചു. ഞാൻ കുറേ മരമൊക്കെ വെട്ടി നോട്ട് ക്രാഫ്റ്റിനെ സഹായിച്ചു സുഹൃത്തുക്കളെ. ഓക്കെ, ഇന്നലെ നിങ്ങൾക്ക് നോട്ട് ക്രാഫ്റ്റിൻ്റെ ലൈവ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ പോയി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നോട്ട് ക്രാഫ്റ്റിൻ്റെ ലൈവ് നിങ്ങൾക്ക് കാണാം, അവൻ്റെ വീഡിയോയിൽ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ബേസിലെ ഓരോരോ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേസ് അപ്ഡേറ്റ്സും നമ്മുടെ MC ലൈഫിൻ്റെ ആ ഒരു അപ്ഡേറ്റ്സും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ മറ്റേ TNT ട്രോൾ സെർവറിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ നമ്മൾ കീബോർഡ് ആൻഡ് മൗസ് വെച്ചൊക്കെ കളിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്കൊരു 17 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി നമുക്ക് 200 എന്നൊരു മത്സരം കംപ്ലീറ്റ് ആക്കാൻ. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ദിവസം കാണാം ഗൈസ്. എല്ലാ കൂട്ടർക്കും ബൈ.